എന്തായാലും ഇവളെ നോക്കിക്കോളാൻ അവനെ കൊണ്ട് പറ്റത്തില്ലെന്നറിഞ്ഞ് എവിടെയൊക്കെ പോകുന്നറിഞ്ഞ് അവന്റെ ഇരിക്കുന്ന പൈസയെ കൊടുത്തിട്ട് പോകും. അതിനുശേഷം അവൾ എവിടെ പോകണമെന്നറിയാതെ നേരെ സ്കൂളിലെ ഹോസ്റ്റലിൽ ചെന്ന് ഈ പൈസയും കൊണ്ട് താമസിക്കാൻ നോക്കുമ്പോൾ അവരാണ് ഈ പൈസയൊന്നും ഒരു മാസത്തേക്ക് കറക്റ്റ് ആകത്തില്ലെന്നറിയും. അതുകൊണ്ട് അവളും തൽക്കാലം ഒരാഴ്ചത്തേക്ക് റൂം കൂടാതെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് അവൾ ജോലി ചെയ്തോണ്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും. അതുകൊണ്ട് ഇവൾക്ക് രാവിലെ കഴിക്കാൻ ആകെ ബണ്ണു വാങ്ങിക്കാനുള്ള പൈസ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് അവൾ ഇനി ജീവിക്കാൻ പോകുന്നത്. ഇതേ സമയം ഇവിടെ ചെന്നിയും ഇപ്പൊ ലോണിന്റെ പൈസ ഇവനെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അവനെ കൊണ്ട് ക്ലബ്ബ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനും പുറത്ത് എവിടെയൊക്കെ ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ പുറത്തെങ്കും തന്നെ ഇവനൊരു ജോലി കിട്ടാത്തതുകൊണ്ട് അവന് ആക്രിയൊക്കെ പറക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് ഇവൻ ആക്രി പറക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പേടിച്ചു വരിക്കുന്ന കാണുന്നത്. അങ്ങനെ ഇയാൾ അന്വേഷിച്ച് കുറച്ചുപേര് കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവന്റെ സഹായം ചോദിക്കുമ്പോൾ അവനും അയാൾ വേറെ അങ്ങോട്ടാണ്ടോ പോയെന്നറിഞ്ഞ് അവന്മാരോടൊക്കെ തെറ്റായി കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇങ്ങേരും കുറച്ച് സന്തോഷത്തിൽ ഇവൻ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഡിസ്ട്രിക്ട് 7 വന്ന തീർച്ചയായിട്ടും ഇവന് സഹായം ചെയ്യുമെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പം അവനത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അടുത്ത ദിവസം അവനും കിട്ടിയ പൈസയും കൊണ്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പം അവന് ബാലൻസിന് എത്ര അടയ്ക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇനി ഒരു 2.5 ലക്ഷം അടയ്ക്കാനുണ്ടെന്ന് പറയുമ്പം അവൻ മൊത്തത്തിൽ അങ്ങ് ഷോക്കാവും. അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ അവിടെ മാജിങ്ങും അവളുടെ ഡെബിറ്റ് കാർഡ് കൊടുക്കുമ്പം ഈ അക്കൗണ്ട് ഇവളുടെ അമ്മയുടെ പേരിലാന്ന് പറഞ്ഞ് അതിപ്പോ ഫ്രീസായി കിടക്കുമെന്ന് പറയും. അതുകൊണ്ട് പൈസ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുമ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഇവള് മറ്റവളുടെ മകളല്ലെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തി പൈസയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് പൈസ വേണേ അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞ് ഇവൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പം പെട്ടെന്ന് ചെന്നി ഇടയിൽ തടഞ്ഞിട്ട് ഇത്രയും ദിവസം ഇവളെ അന്വേഷിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തി അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. അതിനേശം അവനും ഇവളുടെ അമ്മ ഇതുവരെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ തന്നെ അവളും ഇവള് വിളിച്ചാലും അവളുടെ അമ്മ ഫോൺ എടുക്കുന്നില്ലെന്ന് പറയും. പക്ഷെ അവന് വിശ്വസിക്കാതെ എങ്കിൽ പിന്നെ നീ വീണ്ടും വീണ്ടും വിളി എന്നിന് അവനും പറയുമ്പോൾ തന്നെ ഇവൾ ഫോൺ എടുത്ത് കാണിച്ചിട്ട് കണ്ടോ എന്റെ അമ്മ എടുക്കുന്നില്ലെന്ന് അവൾ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്ക് വേറെ ഫോണിൽ നിന്ന് വിളിക്കാം, നിങ്ങളൊക്കെ പൈസ കൊടുത്ത് നഷ്ടപ്പെട്ടിരിക്കുമല്ലേ, ആരെയൊക്കെ ഫോണോട് സഹായിക്കും എന്നിന് എല്ലാവരും കൂടെ അവളോട് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള കുറച്ച് അമ്മമാരും പൈസ വേണം അവളുടെ അമ്മയോട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഇവളോട് നിന്നെ ചോദിക്കാന്ന് പറഞ്ഞ് അവളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം ചെന്ന അവളുടെ പുറകെ ചെന്നിട്ട് ഇവൾ എങ്ങോട്ട് നോക്കി നടക്കുന്നതെന്ന് പറഞ്ഞ് അവൾ സുരക്ഷയായിട്ടൊക്കെ നോക്കുമ്പോൾ അതേസമയം അവൾ കയ്യിലുള്ള കുറച്ച് പൈസയെ കൊടുത്തിട്ട് ഇവന് തരേണ്ട പൈസയൊക്കെ ഇവൾ തന്നെ തരാന്ന് പറയും. അപ്പോഴാണ് അവനും ഇങ്ങനെ പൈസ കൊടുത്ത നിന്റെ അമ്മ ചെയ്ത കാര്യമൊക്കെ ശരിയായിട്ട് മാറും, എന്റെ അച്ഛന്റെ പേര് കടം വാങ്ങിച്ച് കൂട്ടിയിട്ട് അവരത് അടയ്ക്കാൻ പറ്റാതെ രക്ഷപ്പെട്ട് അങ്ങ് പോയി, ഇപ്പൊ ഞാനാ മൊത്തത്തിൽ പെട്ട് കിടക്കുന്നത് എന്നിന് അവനും തിരിച്ച് അവളുടെ പൈസയെ കൊടുക്കുമ്പോൾ അവൾ അമ്മയുടെ പൈസ ഇവൾ തന്നെ തരാന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവന്റെ തന്നെ പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം മാജിങ്ങും എന്തേലൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ആലോചിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവൾ ഉടുത്താൻ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനാല വഴി വീട്ടിനകത്ത് കയറി വരുമ്പം ഇവൾ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ പൈസയ്ക്കേണ്ട ആരെങ്കിലും വന്നോന്ന് പറഞ്ഞ് ബാറ്റുമായിട്ട് അടിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവളെ കണ്ടിട്ട് അവനും ഇവളാന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് തടഞ്ഞിർത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്ന് കുറെ ആക്രികളൊക്കെ തറയിലേക്ക് വീഴും. അങ്ങനെ ഇത് കണ്ടിട്ട് അവനും ഇവൾക്കെല്ലാം ഡ്രസ്സ് വേണേ അവൻ തരാന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവന് മനസ്സിലാകുന്ന ഇവൾ ആക്രി വിറ്റൊക്കെ ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നതിന്. അതിനുശേഷം അടുത്ത ദിവസം ഇവന്റെ കുറച്ച് ഡ്രസ്സുമായിട്ട് നേരെ അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് അവളുടെ അമ്മ തന്നെയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി കുറെ തുണിയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. അതിനുശേഷം ടീച്ചർ ഈ കാര്യം അവളോട് പറയുമ്പോൾ അവളും കുറച്ച് സന്തോഷത്തി ഇവളുടെ അമ്മ ഇവൾക്ക് എന്തോ അയച്ചെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചെന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അങ്ങേരും പറയുന്നത് ഇവളുടെ അമ്മയൊന്നുമില്ല വന്ന് തന്നിട്ട് പോയ ഒരു പയ്യൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവൾക്ക് എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവളത് വായിച്ചു നോക്കുമ്പോഴാണ് അവനും ഇവളുടെ അമ്മയുടെ സാധനങ്ങളൊക്കെ അവൻ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കും. എന്നിട്ട് അവൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവൻ എന്തോ തന്നെന്ന് പറഞ്ഞ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഫുള്ളും അവന്റെ ഡ്രസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ നേരെ അവൻ അന്വേഷിച്ചുപോയിട്ട് അവന്റെ തുണിയൊക്കെ തിരിച്ചു കൊടുക്കും. ഇതൊന്നും അവളുടെ അമ്മയുടെ സാധനമല്ലെന്ന് പറഞ്ഞ്. പക്ഷെ അവനാണ് മനപ്പൂർവ്വം തന്നെയെന്ന് പറഞ്ഞ് ഇവളുടെ കൊടുക്കാൻ നോക്കുമ്പോൾ അവൾ സഹതാവൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെ അവളോട് ഇതിനെ ദേഷ്യ കാണിക്കുന്ന പറഞ്ഞ് അന്ന് പോലീസ് എക്സാമിന് ഇവന്റെ അച്ഛൻ അടച്ചിട്ടപ്പോൾ അവളെ വന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് ഇതറിഞ്ഞ അടുത്ത സെക്കൻഡ് അവനും ഇതൊക്കെ എപ്പോഴും നടന്നെന്ന് പറഞ്ഞ് ഇവനോട് എന്താ പറയാത്തേന്ന് അവൻ അപ്പം തന്നെ മാജികിനെ അന്വേഷിച്ചു. അതേസമയം അവളും ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നാക്കരൊക്കെ പറയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പൈസ ഇവളുടെ എത്ര ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം ചെലവിന് വേണം ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവള് മൈൻഡ് ചെയ്യാതെ ഇവന്റെ കാര്യത്തിൽ മാത്രം നോക്കിയാന്ന് പറഞ്ഞ് അവളെ നടന്നു പോകുമ്പോൾ ഇവന് പറയുന്നുണ്ട് ഇവള് പഠിച്ചാൽ മാത്രം മതി പൈസയൊക്കെ അവൻ നോക്കിക്കോളാം എന്ന് പറയും. കൂടാതെ പൈസയ്ക്ക് അവന്മാരല്ലേ ഇവളെ ശല്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് ശല്യപ്പെടുത്തിയ ഇവനെന്തോ എപ്പോഴും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം കുറച്ച് ദിവസമായിട്ട് അവളെ കുറെ പേരൊന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവനും അവന്മാരെ കടിച്ചിട്ട് പഞ്ഞിക്കിടും. എന്നിട്ട് അതൊരു പോലീസ് കേസ് ആകുമ്പോൾ ഇവൻ ഫാമിലി ആയിട്ട് അവളുടെ പേരാ പറഞ്ഞത്. അതുകൊണ്ട് അവൾ അവിടേക്ക് വന്നിട്ട് ഇവനൊന്നും അവളുടെ ഫാമിലി അല്ലെന്ന് പറയുമ്പോൾ അവന്മാരൊക്കെ ദേഷ്യത്തി ഇവൻ തീർച്ചയായിട്ടും അവളുടെ ഫാമിലി തന്നെയാണ്, അല്ലാതെ ഇവൻ എന്തിനാ അവൾക്ക് വേണ്ടി ഞങ്ങളൊന്നും അടിക്കുന്നത് എന്നിട്ട് അവിടെ മൊത്തത്തിൽ തർക്കമാകുമ്പോൾ തന്നെ അവിടുത്തെ ഇൻസ്പെക്ടർ അവിടേക്ക് വന്നിട്ട് ഇവരെയൊക്കെ മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം ചെന്നിയെ കണ്ട് ഇവൻ പോലീസിന് വേണ്ടി അപ്ലൈ ചെയ്തില്ലെന്ന് പറഞ്ഞ് അയാൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇവന് വേണ്ടി പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഈ ഓഫീസറാണ്. അതിനുശേഷം അങ്ങനെ സംസാരിച്ച് പ്രശ്നമൊക്കെ സോൾവ് ആക്കി അവസാനം മാജിങ്ങിനെ അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് സുരക്ഷയായിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പറയും.
അങ്ങനെ അതിനുശേഷം മറ്റേ ഇൻസ്പെക്ടറും ചെന്നിയോട് അവന്മാരോടുള്ള പ്രശ്നം തീർന്നുകൊണ്ട് ഇവന്റെ പേര് കേസൊന്നും വന്നില്ല, ഒരു കേസ് വല്ല ആയിരുന്നെങ്കിൽ പിന്നെ ഇവന് പോലീസൊന്നും ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇനി പോലീസ് ആകാനും നോക്കുന്നില്ല, അവൻ അതിന്റെ പുറകെ പോകുന്ന എപ്പോഴും നിർത്തി നിറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത സ്കൂളിൽ വെച്ചാണ് ഇവരുടെ ടീച്ചേഴ്സും പറഞ്ഞിട്ടും ഇന്ന് ഹോസ്റ്റലിൽ വാട്ടർ ലീക്കേജ് ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാൻ പറയും. പക്ഷെ ഇവൾക്കാണ് ഇപ്പോൾ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ എങ്ങോട്ടേക്കും പോകാതെ ക്ലാസ്സിൽ തന്നെ കുത്തിരിക്കുമ്പം പിന്നീട് ഇവളെ കൊണ്ട് സാർ അടുത്തേക്ക് വന്നിട്ട് സ്കൂൾ അടയ്ക്കാൻ പോകുന്ന പറഞ്ഞ് ഇവൾ നേരത്തെ തന്നെ പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം അവളും പുറത്ത് ഹോട്ടലിൽ ചെന്നൊക്കെ താമസിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവളുടെ ചെലവാക്കാൻ പൈസ ഒന്നുമില്ല. അതുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെടുന്ന ചെന്നി അവിടെ വരുന്നുണ്ട്, ഇവൾ മേടിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം പുറത്തൊരു കമ്പ്യൂട്ടർ സെന്ററിൽ രാത്രി സമയത്ത് ജോലി ചെയ്തുകൊണ്ട് താമസിക്കാവുന്ന ഒരു ഓഫർ ഉള്ളതുകൊണ്ട് അവൾ അവിടെ തന്നെ ജോലി ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇവൾ ആ കമ്പ്യൂട്ടർ സെന്റർ വർക്ക് ചെയ്യുന്ന അവിടേക്ക് ചെന്നിയുടെ കൂട്ടുകാരൻ കാണും. അതോടെ അടുത്ത ദിവസം അവനും ചെന്നിയെ കണ്ടിട്ട് ഈ കാര്യമൊക്കെ പറയുമ്പം ഇത് കേട്ട് അവനും അവൾ ഹോസ്റ്റലിൽ പോകാതെ എന്തിനാ പുറത്തൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം കൂട്ടുകാരന് ഹോസ്റ്റലിൽ എന്താ ലീക്കേജ് എന്നൊക്കെ കുറച്ച് പയ്യന്മാർ പറയുന്ന കേട്ടായിരുന്നു അറിയും. അപ്പോഴാണ് ചെന്നിയും എങ്കിൽ പിന്നെ വീടിന്റെ താക്കോല് ഇവൻ ചെന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ചെന്നി അവന്റെ കൂട്ടുകാരന്റെ ഏൽപ്പിച്ചിട്ട് പോകും. അതിനുശേഷം അന്ന് രാത്രി ഇവന് ഫോൺ വിളിച്ച് കൂട്ടുകാരനോട് ചോദിക്കുമ്പം അവന് മാജിങ് ആദ്യം ആ താക്കോല് വാങ്ങിച്ചില്ല, പക്ഷെ പിന്നീട് ഫോഴ്സ് ചെയ്താൽ കൊടുത്തെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പം ഇവനും എന്തായാലും അവൾ ഇന്ന് രാത്രി ഇവിടെ വരുമായിരിക്കും എന്ന് വിചാരിച്ച് അവൾ താമസിക്കാൻ വേണ്ടി വീട് ഫുള്ളും വൃത്തിയാക്കി വയ്ക്കും. അതിനുശേഷം അവൻ നേരെ ആ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് വന്നിട്ട് ഇവൾ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവിടുത്തെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ID കാർഡ് വേണമെന്ന് പറയും. അപ്പോഴാണ് അവനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനല്ല ഒന്ന് നിനക്ക് ഞാൻ തന്ന താക്കോൽ കിട്ടിയായിരുന്നു, രാത്രി ഫുള്ള് ഇവിടെ ജോലി ചെയ്താ പിന്നെ സ്കൂളിൽ എങ്ങനെ നീ രാവിലെ എഴുന്നേറ്റും എന്ന് അവൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അവൾ തിരിച്ചൊന്നും പറയാതിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് ഇവനും രാവിലെ തൊട്ട് ഫുൾ ടൈം അവളുടെ പുറകെ തന്നെ ഒന്ന് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് രാവിലെ തൊട്ട് എന്തിനാ ഇവളുടെ പുറകെ തന്നെ വരുന്നതെന്ന് ചോദിക്കും. കാരണം വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞത് ഇവനാ, പിന്നീട് ഇപ്പൊ വീട്ടിൽ വരാൻ വേണ്ടി താക്കോലെന്ന ഇവൾ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ അന്നൊരു ദേഷ്യത്തിൽ ഇവളെ വീട്ടിൽ വരേണ്ടെന്ന് പറഞ്ഞുള്ളൂ, അല്ലാതെ ഇവളെ ഫാമിലി ആയിട്ട് കാണാതിരുന്നിട്ടൊന്നുമില്ലെന്ന് പറയും. അതുകൊണ്ട് അതും പറഞ്ഞ് സോറി പറയുമ്പോൾ തന്നെ ഇവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അതോടെ അവനും അടുത്ത സെക്കൻഡ് അവളെ ഹഗ് ചെയ്തിട്ട് ഇവൾ അവന്റെ ഫാമിലിയാന്ന് പറഞ്ഞ് അവനാകെ ഇവൾ മാത്രമേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെ കരയായിരിക്കാൻ പറയും. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനും ഇവൾക്കൊല്ലം ബ്രഷോ പേസ്റ്റോ വേണമെങ്കിൽ അവനോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇനി തൊട്ട് ഇവളവൻ സുരക്ഷയോട് നോക്കിക്കോളാൻ പറയും. അങ്ങനെ അതൊക്കെ കേട്ട് അവളും ചെറുതായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യുമ്പം അവനും ചെറിയ ചമ്മലോടെ എന്റെ ഫാമിലി നോക്ക് എനിക്കറിയാന്ന് പറഞ്ഞ് അവനും പുറത്തേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് അവളും പറയാന്നിട്ട് എങ്കിൽ പിന്നെ കഴിക്കാൻ എന്തോ ഉള്ളതെന്ന് അവൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പം അതിനകത്തൊന്നും കാണത്തില്ല. അതുകൊണ്ട് അവനും നമുക്കൊന്നും പുറത്ത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഇവളുടെ നൂഡിൽസ് ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് കഴിക്കും. അതിനുശേഷം അടുത്ത ദിവസം അവനും കറണ്ടിന്റെയും വെള്ളത്തിന്റെ ഒക്കെ ബില്ല് എങ്ങനെ ഓൺലൈൻ അടയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അതിനുവേണ്ടി അവൻ പൈസ അടയ്ക്കാൻ വേണ്ടി പോകുമ്പം ഇവളാണ് ഇവളുടെ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ അന്നോട്ട് രണ്ടുപേരും എല്ലാ ജോലി ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നിയുടെ കൂട്ടുകാരന്മാരാണ് അവളിനി എത്ര വർഷം വരെ ഇവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവളുടെ ചെലവിനൊക്കെ ഇവനെ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നിയും അതൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ ഫാമിലി നോക്കിക്കോളാനുള്ള ശക്തിയൊക്കെ അവനുണ്ടെന്ന് അറിയും. അതിനുശേഷം അവനും സ്കൂൾ കഴിഞ്ഞ് നേരെ മാജിനെ പിക്കപ്പ് ചെയ്യാൻ പോയിട്ട് അവളുടെ ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ അവൻ എടുത്തോണ്ടൊരു ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് അവളും ഇവളെ ക്ലാസ് ടീച്ചർ വിളിച്ചായിരുന്നു പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് അവന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകുമ്പം ഇവളുടെ ടീച്ചറാണ് ഈ വർഷത്തേക്കുള്ള ഫീസ് ഇവളുടെ അമ്മ പകുതി അടച്ചിട്ടുള്ളെന്ന് അറിയും. അതുകൊണ്ട് വീട്ടിൽ എത്തിയിട്ട് അവളും അവളുടെ അമ്മയെ വിളിച്ച് ഫീസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അവൾ കോൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ട് ചെന്നിയാണ് അവൻ അവിടുത്തെ ലൈനം കട്ട് ചെയ്യും. അപ്പോഴാണ് അവളും ഇവളുടെ അമ്മയെ അന്വേഷിക്കുമല്ല ഫീസ് അടയ്ക്കേണ്ട അവരുടെ കടമയില്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വിളിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇതറിഞ്ഞിട്ട് അവനും എങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് എന്തിനാ അവനോട് പറയത്തെന്ന് ചോദിക്കുമ്പോൾ അവളും വെറുതെ ഇവനെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ച ഇവളുടെ അമ്മയോട് ചോദിക്കാൻ പോയെന്ന് പറയും. അതോടെ അടുത്ത സെക്കൻഡ് അവനും ഇതൊക്കെ ഒരു ഫീസാണോ മോളെ എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. അതിനുശേഷം അവനും ഒറ്റയ്ക്ക് പോയിട്ട് ഇത്രയും പൈസ എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ വേറെ ജോലി ഒപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതിനുവേണ്ടി അവൻ ഡിസ്ട്രിക്ട് 7 ചെന്ന് അവിടുത്തെ ക്ലബ്ബിൽ കുറച്ച് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവ മത്സരത്തിൽ ഇങ്ങനെ വിജയിച്ചിട്ട് പോകുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ഒരാൾ സന്തോഷം നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങേരെയാണ് അവൻ അന്ന് ആക്രി വറക്കാൻ പോയ സ്ഥലത്ത് രക്ഷിച്ച്. അതുകൊണ്ട് അയാൾക്ക് ഇവനെ കണ്ടപ്പോൾ തന്നെ പിടികിട്ടി. ഇതേ സമയം തന്നെ വീട്ടിൽ മാജിങ്ങാണ് ചെന്നിയുടെ അച്ഛൻ അവൻ എപ്പോഴും ഷോ കൊടുക്കുന്ന ആ വയറ് കാണുമ്പം ഇവൾ അവനോർത്ത് വിഷമിച്ചിട്ട് അതെടുത്ത് അപ്പം തന്നെ വേസ്റ്റ് കളയും. അങ്ങനെ അതിനുശേഷം ചെന്നി അവൻ ആ വിജയിച്ച പൈസ എടുത്ത് വെച്ച് വീട്ടിൽ വരാൻ നോക്കുമ്പം ആ തോറ്റ ആൾക്കാരൊക്കെ ഇവൻ അടിച്ചിട്ട് ആ പൈസ എടുത്തോണ്ട് പോകാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് അവനും ആ പൈസ അവർ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ നിന്ന് അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പം ആ സമയത്ത് മറ്റങ്ങേരെ ഒന്ന് ഇവനെ അങ്ങ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവന് സേഫായിട്ട് ആ പൈസ ആയിട്ട് വീട്ടിൽ ചെന്ന് അവളുടെ സ്കൂളിലെ ഫീസൊക്കെ അടയ്ക്കാൻ പറയുമ്പം ഇവൾ അവന്റെ മുഖത്തിലെ മുറിയെ കണ്ടിട്ട് ഇതൊക്കെ എന്തോ പറ്റിയും ചോദിക്കും. അപ്പോഴാണ് അവനും അതങ്ങ് ഒന്നുമല്ല പുറത്ത് മറ്റേ ക്ലബ്ബിൽ ഗെയിം കളിക്കാൻ പോയപ്പോൾ ചെറുതായിട്ട് കമ്പ് ഉണ്ടേന്ന് പറയും. അതിനുശേഷം അവളും കമ്പ് തട്ടിയാലൊന്നും ഇത്രയും ചുമക്കത്ത്
പറ്റത്തില്ലല്ലോ എന്നറിഞ്ഞ് റൂമിൽ നിന്ന് മരുന്നെടുത്തോണ്ടെന്ന് അവനത് ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം രാത്രി ഇവൻ തിരിച്ച് വീട്ടിൽ വരുന്നവരെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അവനാണ് ഇത് മനസ്സിലാക്കി ഇവൾ ഉറങ്ങിയെങ്കിൽ വാങ്ങിച്ചു വെച്ചേക്കുന്ന സൂപ്പൊക്കെ അവൻ തന്നെ കുടിച്ചോളം എന്നറിയും. അപ്പോഴാണ് അവൾ ഇവിടെ ഡോർ ഇറന്നിട്ട് അല്ല ഞാനിപ്പോൾ എഴുന്നേറ്റ് ഇത്ര സമയം ഉറങ്ങാൻ കിടക്കുമായിരുന്നു എന്നിട്ട് അവളും ചുമ്മാ കള്ളം പറയുമ്പം അവന് ഉറങ്ങിയ ആൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സോറി എന്നറിഞ്ഞ് ചെന്ന് കിടക്കാൻ പറയും. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് അവളും അവൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നിൽക്കും. എന്നിട്ട് അവനും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സയൻസിലോട്ടാ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾക്കത് താല്പര്യം ഉണ്ടെങ്കിലില്ലെങ്കിലും അവനോട് എന്ത് വേണമെങ്കിലും പറയാന്ന് പറയുമ്പോൾ അവളും എന്ത് പഠിച്ചാലും ഇവളെ നാളെ എക്സാം കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഫാക്ടറിയിലേക്ക് വരുമെന്ന് പറയും. അപ്പോഴാണ് അവനും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കാരണം ഞാനും ആക്രി പണിയൊക്കെ നിർത്തിയിട്ട് ഡിസ്ട്രിക്ട് 7 ഒരു ജോലി ഒപ്പിച്ച് രാത്രി കുറച്ച് സെക്യൂരിറ്റി പണി അത്രേ ഉള്ളൂ എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവൾ വിഷമിച്ചിട്ട് ഡിസ്ട്രിക്ട് 7 അവിടെ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ കളിക്കാൻ വരുന്നില്ല, അവിടെ പോകുന്ന സേഫ് ആണോ, പോലീസ് അന്വേഷണമൊക്കെ വരും, നമുക്ക് ഈ ജീവിതം തന്നെ പോരെ എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ അവനും അതിനോട് വിഷമിക്കണം എന്നറിഞ്ഞ് ഇവളെ കഴിക്കാൻ പറയും. അങ്ങനെ അന്ന് രാത്രി പെട്ടെന്ന് മാജിക്കിനാണ് വയറുവേദന എടുക്കും. അതുകൊണ്ട് അവളെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പം ഡോക്ടറാണ് ഇവൾ കഴിച്ച ഫുഡിന്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ഇനി തൊട്ട് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറയും. അപ്പോഴാണ് അവനും ഇവൻ കഴിക്കുന്ന അതേ സെയിം ഫുഡ് തന്നെ ഇവളും കഴിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവൾക്ക് ഫുഡ് പോയിസൺ ആയതാന്ന് പറഞ്ഞ് ഇപ്പൊ ഡ്രിപ്പ് കയറ്റാൻ വേണ്ടി അവിടെ ഇരുത്തും. അതിനുശേഷം അവൻ മനസ്സിലാക്കിയിട്ട് ഇന്നെ തൊട്ട് ഫുഡ് വേസ്റ്റ് ആകലെന്ന് പറഞ്ഞ് ഇവളെല്ലാം കൂടെ എടുത്ത് വാരി കഴിക്കലെന്ന് പറയുമ്പം അവളും പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് അവളുടെ കഴിച്ചെന്ന് പറയും. അതിനുശേഷം അവൻ അവളോട് വിഷമിച്ചിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഹെൽത്ത് നോക്കണ്ടേന്ന് പറഞ്ഞ് ഇവളിപ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസം ഇവളുടെ എക്സാം ആയതുകൊണ്ട് അവനും ഇവൾക്ക് വയ്യെങ്കിൽ വേണമെന്ന് ലീവ് എടുക്കാൻ പറയും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് ചെല്ലും. എന്നിട്ട് അവൻ ലക്ക് കിട്ടാൻ വേണ്ടി ഇവൾക്കൊരു കയർ എന്നിട്ട് ഇനി എൻട്രൻസ് എക്സാം വരുമ്പം ഇതിനേക്കാളും കട്ടിക്കുള്ള കയർ വാങ്ങിച്ചാലെന്ന് അവൾക്ക് അതിപ്പോൾ കെട്ടിക്കൊടുക്കും. അതിനുശേഷം അവിടെയൊക്കെ അവളുടെ ടീച്ചറിനിട്ട് അവനും മാജിക്കിന് ചെറിയ വയറുവേനുണ്ടെന്ന് പറഞ്ഞ് അവളെ ഇടയ്ക്കൊക്കെ നോയിക്കോളാൻ പറയും. അവൻ്റെ ടീച്ചറും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവർ നോയിക്കോളാൻ പറഞ്ഞിട്ട് ഇവനെ സമാനപ്പെടുത്തിയിട്ട് അങ്ങ് പോകും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മാജിക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇവളാണ് ഗേറ്റിന്റെ അവിടെ ഇവളുടെ അമ്മയെ കണ്ടുമുട്ടും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.